എന്തൊക്കെയായിരുന്നു? 25% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നു. ഇനി അത് 50 പോകുന്നു. ഇപ്പൊ എന്തായി കഥ? എന്താണ് ഇന്ത്യ എന്ന് അമേരിക്ക അറിഞ്ഞു തുടങ്ങാണ്. അമേരിക്ക ഇന്ത്യക്ക് മാത്രമല്ല ബാക്കിയുള്ള കുറെ രാജ്യങ്ങൾ കൂടി ഇത്തരത്തിൽ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ഇന്നത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ നമ്മുടെ കേരളത്തിന്റെ ഖജനാവ് പോലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഖജനാവ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്ന് ഒക്കെ ആ പണം ഈടാക്കിക്കൊണ്ട് ഖജനാവ് നിറയ്ക്കാമെന്ന ഒരു മണ്ടം ബുദ്ധി. അതിന്റെ കൂട്ടത്തില് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി ഇന്ത്യ അങ്ങ് ശരിയാക്കി കളയാന്ന് പറഞ്ഞ മറ്റൊരു ബുദ്ധി. ഇത് രണ്ടുമാണ് ഇപ്പൊ കോട്ടയിൽ എടുത്തു വെച്ചു. കോട്ടയിൽ കോണാത്തിലും കൊള്ളാത്ത വിധത്തിൽ ഇപ്പോ അമേരിക്കൻ ജനങ്ങൾ എടുത്ത് തൂട്ടിലിട്ടേക്കുന്നത്. അനുഭവിക്കുന്നത് അവരാണ്. ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, മീഡിയകൾ പറയുന്നത് അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അന്തം കെട്ട രീതിയിൽ വിലക്കയറ്റം വരുന്നു എന്ന് അമേരിക്കയിൽ നിന്ന്. പല ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കയിൽ പൊതുവിപണിയിലുള്ള പല ഉൽപ്പന്നങ്ങൾക്കും 40% വില കയറിയുന്നു. അതായത് ചെരുപ്പിനൊക്കെ 40% വില കയറിയുന്നു. നമ്മളിവിടെ 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾ പിറ്റേന്ന് മുതൽ 140 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താ? ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് പറയണത്. അത് ചെറിയ കാര്യമാണോ? ഇന്ത്യയുമായിട്ട് ചൊറിഞ്ഞിട്ടാ. ഇന്ത്യയുമായിട്ട് ചൊറിഞ്ഞു എന്ന് മാത്രമല്ല പാകിസ്ഥാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഫ്രണ്ടായി നീ നോക്കിക്കോ, നിന്നെ മൂക്കിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ നരേന്ദ്രമോദി വേഗം ചെന്നിട്ട് ട്രംപിന്റെ കാല് പിടിച്ചിട്ട് അണ്ണു നമിച്ചു, ഒന്ന് കാപ്പാത്തുങ്കോ എന്ന് പറയുന്ന കരുതിയത്. പക്ഷെ പോയി പണിവെക്കാൻ പറഞ്ഞു ഇന്ത്യ. കാര്യം ഒരു അക്ഷരം വേണ്ടിയില്ല. അത് മോശമാണെന്നോ നല്ലതാണെന്നോ ഒരക്ഷരം, അതായത് അവോയ്ഡ് ചെയ്തു, അങ്ങനെ ഇഗ്നോർ ചെയ്തു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയുന്ന ഒരാൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഒരാൾ ഉണ്ട് എന്ന് പോലും, അയാൾ ഇങ്ങനെയൊക്കെ ചില നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ ഒന്നിനെ കുറിച്ചും പറയാതെ കണ്ടും ഇഗ്നോർ ചെയ്തു. ഇതാണ് ഇപ്പോ അമേരിക്കക്ക് പണിയായത്. പക്ഷേ ട്രംപ് ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം കാണാതെ പോയത് അദ്ദേഹത്തിന്റെ തന്നെ മണ്ടത്തരം, അദ്ദേഹത്തിന്റെ കുറവാണ്. ഇത് നമുക്കറിയാലോ. അടുത്തിടെ അവസാനിച്ച ഷാങ്ഹായ് ഉച്ചകോടി, സഹകരണ ഉച്ചകോടിയിൽ അന്ന് അതിന്റെ അവസാനം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. സംയുക്ത പ്രസ്താവന എല്ലാത്തിലുള്ളതാ. ആ സംയുക്ത പ്രസ്താവന ഒപ്പിടാനായിട്ട് രാജ്നാഥ് സിംഗ് പേന എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കിയതാണ്. എന്നിട്ട് ഒപ്പിടാതെ എഴുന്നേറ്റ് പോന്നു. എന്തുകൊണ്ടായിരുന്നു അത്? ശക്തമായ നിലപാട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ വരി, അതായത് പാകിസ്ഥാൻ ഇന്ത്യൻ മേൽ കടന്നു കയറി സകല തോന്നിയ ദിവസം കാണിച്ചതിനെ പറ്റി ഒരു വരി, ഒരു അക്ഷരം അതിനകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് അത്തരത്തിലൊരു ഉച്ചകോടി, അത്തരത്തിലൊരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് കൃത്യമായി നിലപാട് വ്യക്തമാക്കി സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത്തരത്തിൽ വളരെ വ്യക്തമായ നിലപാടുകളുള്ള ഇന്ത്യ, ആ ഇന്ത്യയെ ശരിയാക്കാൻ വേണ്ടി ഏകപക്ഷീയമായി ഇറക്കുമതി ചുങ്കം 50% ആക്കാൻ പോകുന്നു, അല്ലെങ്കിൽ 25% ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടപ്പോ അതിനെ പുല്ലുപോലെ കളയും, അതിനെ മൈൻഡ് ചെയ്യില്ല എന്ന് ട്രംപ് ഓർക്കണമായിരുന്നു. തെളിവിടെ ഇരിക്കല്ലേ, ഷാങ്ഹായ് ഉച്ചകോടി ഇവിടെ മുന്നിൽ ഇരിക്കല്ലേ, അയാളത് കാണാത്ത കുഴപ്പമല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അമേരിക്കയിലേക്ക് ഒരു രാജ്യത്തൊന്നും ഉൽപ്പന്നം ഇറക്കാൻ കഴിയണില്ല. മിക്ക രാജ്യങ്ങളും പ്രതിസന്ധിയിലായി. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയുടെ ആഭ്യന്തര മേഖലയും അതുപോലെ ഇവിടുത്തെ പോപ്പുലേഷനും ഇന്ത്യയെ പെട്ടെന്ന് തളർത്തില്ല. ഇവിടെ വിപണി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കും താൽക്കാലികമായി ഒരു ചെറിയ ഒരു വിഷയമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ പുതിയ വിപണി കണ്ടെത്തുന്നത് വരെ മാത്രമേ, പുതിയ കയറ്റുമതി മേഖലകൾ ഉണ്ടാക്കുന്നത് വരെ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ചെറുകിട രാജ്യങ്ങൾ അങ്ങനെയല്ല. മറ്റു ചെറുകിട രാജ്യങ്ങളിൽ ചിലയിടത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഇന്ത്യക്ക് പ്രതിസന്ധി ഉണ്ടാവുന്ന ഈ മണ്ടൻ ട്രംപ് വിചാരിച്ചത്. പക്ഷെ കുടുങ്ങിയത് എവിടെ? ആഭ്യന്തര ഉൽപാദനത്തിൽ അമേരിക്കക്കാർക്ക് ആവശ്യമുള്ള സാധനം പോലും അവിടെ ഉണ്ടാക്കുന്നില്ല. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ഉൽപാദന ചെലവ് കൂടുതലായതുകൊണ്ട് വില കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാളും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിലക്കുറവിൽ അവിടെ ലഭ്യമായിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വില കുറച്ച് സാധനം കിട്ടിയിരുന്നു ജനങ്ങൾക്ക്. അങ്ങനെ വിലക്കുറവിൽ വളരെ നല്ല സാധനങ്ങൾ വാങ്ങി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ ജനത ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്താതെ വന്നതോടെ അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് സ്വദേശമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരികയാണ്. അത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സ്വദേശമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്ത് തന്നെ വിറ്റഴിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ അവിടെ ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. നമ്മുടെ ഇന്ത്യയും അതാണല്ലോ ഇപ്പൊ നിലപാട് എടുത്തിരിക്കുന്നത്. ഇന്ത്യയും അതാണല്ലോ ഒരു പ്രതീക്ഷയുള്ളത്. 140 കോടി ജനങ്ങളുണ്ട് ഇവിടെ. അത് നമുക്കത് വിറ്റഴിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത്. ആ ആത്മവിശ്വാസം അമേരിക്കക്കാർക്ക് നല്ലത് തന്നെ. പക്ഷേ അമേരിക്കയിൽ നിലവിൽ വാങ്ങിക്കൊണ്ടിരുന്നതിനേക്കാൾ ഒരുപാട് 40%-ലേറെ വില കൂട്ടി ഈ സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്നത് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നട്ടെല്ലൊടിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ട്രംപ് മനസ്സിലാക്കാതിരുന്നത്. അഥവാ ഒരു ഭരണാധികാരി മനസ്സിലാക്കേണ്ടത് അതായിരുന്നു. അത് അയാൾ മനസ്സിലാക്കിയില്ല. ഇതിനു മുമ്പ് തന്നെ ഷാങ്ഹായിക്ക് പുറമെ ട്രംപ് മനസ്സിലാക്കേണ്ടതാണ് നിലപാടുകൾ. ഇന്ത്യയും പാകിസ്ഥാനും നമ്മളെ ഇഷ്യൂ ഞങ്ങളാണ് സോൾവ് ചെയ്തത് എന്ന മട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചപ്പോ ഇന്ത്യൻ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് അതറിയണമായിരുന്നു. കാര്യം മാറിയ ലോകക്രമമാണ്. ഈ ലോകക്രമത്തിൽ
പഴയതുപോലെയൊന്നുമല്ല ഓരോ രാജ്യങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ ഡോളർ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഈ ലോകത്ത് അമേരിക്ക സൃഷ്ടിച്ചപ്പോ, ട്രംപ് സൃഷ്ടിച്ചപ്പോ, ലോകത്തിന്റെ ഒരു വിഭാഗം രാജ്യങ്ങൾ ഡോളറിനെ അടിസ്ഥാന കറൻസിയാക്കി കാണുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയേക്കണം. അപ്പോഴോ അധികം വൈകാതെ സമീപ ഭാവിയിൽ വരാൻ പോകുന്നത് ഡോളർ ലോക കറൻസി എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് ഔട്ടാകാൻ പോകണം. അതൊരു പക്ഷേ മറ്റേതെങ്കിലും ഒരു കറൻസി ആയി വന്നേക്കാം. ഇപ്പൊ ഇന്ത്യൻ രൂപയിൽ തന്നെ നമുക്ക് ഇടപാട് നടത്താൻ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, അത്തരത്തിൽ ഇടപാട് നടക്കുന്നുണ്ട്. അവരൊക്കെ തങ്ങളെ കീഴിൽ കിടക്കുന്നവരാണ്, താനൊരു താൻപോയ്മ ഉള്ളവരാണ് എന്ന് ചിന്തിച്ച അമേരിക്കയുടെ നിലപാടിനാണ് ഇപ്പൊ അടിയേൽക്കുന്നത്. അങ്ങോട്ടാണ് പോണത് കാര്യങ്ങൾ. അത്തരത്തിലൊരു ചിന്ത മനസ്സിൽ കിടന്ന് ദുഷിച്ച് പുഴുത്ത് നാറിയത് കൊണ്ടാണ് ട്രംപിന് ഈ വിധത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥയോ അവരുടെ ജീവിതമോ അവരുടെ ഉൽപാദനമോ അവരുടെ ജനങ്ങളുടെ മറ്റ് യാതൊന്നിനും തന്നെ യാതൊരു വിലയും കൊടുക്കാതെ ഒരൊറ്റയടിക്ക് നേരെ ഇതേ കിടക്കുന്നു. 50%, 25%, 30% അത് കയറ്റി കൊടുക്കുകയാണ്. പക്ഷെ ആത്യന്തികമായി ഇത് അമേരിക്കയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലും അമേരിക്കൻ വിപണി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ കയറ്റുമതി ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? ഇനി അമേരിക്ക ചെയ്തതുപോലെ അമേരിക്കയുടെ കയറ്റുമതി മേഖലകളിൽ മറ്റ് സ്ഥാപനങ്ങൾ, മറ്റ് രാജ്യങ്ങൾ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ അമേരിക്ക ചെയ്തതുപോലെ മറ്റ് രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളോട് ചെയ്താൽ അമേരിക്ക എന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകും. കാരണം അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനവും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര ഉൽപാദനവും ഇറക്കുമതി കയറ്റുമതി മേഖലയും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ വലിയ ക്ഷാമം ഉണ്ടാവും. എന്നാൽ ഇങ്ങോട്ട് ഇറങ്ങുന്നത്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു ശതമാനമാണ് എന്നതുകൊണ്ട് ഇന്ത്യയിൽ അത് പ്രത്യേകിച്ചൊന്നും ബാധിക്കുകയില്ല. മാത്രമല്ല ഇന്ത്യയിൽ മറ്റ് മേഖലകളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഈ അമേരിക്ക എടുത്ത അതേ നിലപാട് മറ്റു രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളെന്ന് മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളടക്കമുള്ള മറ്റു രാജ്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാകുന്നത് അമേരിക്ക ആയിരിക്കും. Different angles. Don't forget to subscribe and support this channel.